ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 75 സീറ്റുകൾ നഷ്ടമാകുമെന്നാണ് സൂചന. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലവാരവും നിലവിലെ രാഷ്ട്രീയ ട്രെൻഡും പരിശോധിച്ച് ദി വയറാണ് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2014 ബിജെപിക്ക് ഭരണം പിടിക്കാൻ സഹായിച്ച 6 സംസ്ഥാനങ്ങളിലെ കണക്കുകളുടെ വിശദമായ റിപ്പോർട്ടാണ് വെബ്സൈറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രം 75 സീറ്റ് നഷ്ടമായാൽ മോദിക്ക് വീണ്ടും ഭരിക്കുക എന്ന മോഹം അല്പം പ്രയാസമേറിയതാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മൊത്തം 283 സീറ്റാണ് ലഭിച്ചിരുന്നത്. ഇതിൽ 140-ലധികം സീറ്റ് ലഭിച്ച 6 സംസ്ഥാനങ്ങളിലെ കണക്കുകൾ നിലവിൽ ബിജെപിക്ക് എതിരാണ്. ഹിന്ദി ഹൃദയഭൂമിയിലാണ് ബിജെപിക്ക് സ്വാധീനം. ഇവിടെയുള്ള 10 സംസ്ഥാനങ്ങളിലെ തിളക്കമാർന്ന വിജയമാണ് 2014 ബിജെപിയെ ഭരിക്കാൻ സഹായിച്ചത്. ഇതിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിലവാരമാണ് റിപ്പോർട്ടിന് അടിസ്ഥാനമായിട്ടുള്ളത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലാണ് അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ സംസ്ഥാനങ്ങളിൽ മൊത്തം 154 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. 2014 ഇവിടെ നിന്ന് ബിജെപിക്ക് 142 സീറ്റുകൾ ലഭിച്ചിരുന്നു. ഇതിൽ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ബിജെപിക്ക് വലിയ തിരിച്ചടി ലഭിക്കില്ല. 6 സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപിക്ക് 75 സീറ്റ് നഷ്ടമാകുമെന്നാണ് കണക്കുകളുടെ പരിശോധനയിൽ തെളിയുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം യുപിയിലായിരിക്കും. 44 സീറ്റുകളിൽ ഇവിടെ ബിജെപി പരാജയപ്പെടുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 71 സീറ്റാണ് യുപിയിൽ നിന്നും ലഭിച്ചത്. രാജസ്ഥാനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ബിജെപി നേടിയിരുന്നു. എന്നാൽ ഇത്തവണ 12 സീറ്റ് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഇവിടെ ബിജെപിയും കോൺഗ്രസും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത്. മധ്യപ്രദേശിൽ ബിജെപിയുടെ സ്വാധീനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. എങ്കിലും 10 സീറ്റ് ബിജെപിക്ക് നഷ്ടമാകാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബിജെപിക്ക് ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായിരുന്നു. നിലവിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായ ബിജെപിയാണ് ഭരിച്ചത്. ഡിസംബറിൽ കോൺഗ്രസ് അട്ടിമറി വിജയം നേടി. ഛത്തീസ്ഗഡിൽ 3-2 ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് തിരിച്ചെത്തിയത്. ഇത് ബിജെപിയെ ഞെട്ടിച്ചിരുന്നു. ഛത്തീസ്ഗഡിലെ 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണം മാത്രമേ ഇത്തവണ ബിജെപിക്കൊപ്പം നിൽക്കുകയുള്ളൂ എന്നാണ് വാർത്തയിലെ നിരീക്ഷണം. ബാക്കി 9ഉം കോൺഗ്രസ് പിടിച്ചെടുക്കും. എന്നാൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ബിജെപിക്ക് കാര്യമായി പരിക്കേൽക്കില്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് ബിജെപിക്ക് തലവേദനയുണ്ടാക്കുക. എന്നാൽ ഉത്തർപ്രദേശിൽ SP, BSP, RLD കക്ഷികൾ ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധൻ സഖ്യമാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഹിന്ദി മേഖലയിലെ മറ്റ് 4 സംസ്ഥാനങ്ങളായ ബീഹാറിലും ജാർഖണ്ഡിലും കോൺഗ്രസ് RJD സഖ്യമാണ് തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ദില്ലിയിലും ഹരിയാനയിലും കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ദില്ലിയിലും ഹരിയാനയിലും ഇത്തവണയും തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിശ്വാസം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് പോലെയല്ല ദേശീയ തിരഞ്ഞെടുപ്പ്. മറ്റു പല ഘടകങ്ങളും ജയപരാജയത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മോദി എന്ന ഫാക്ടർ വിജയത്തിലെത്തിക്കാൻ സഹായിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.